ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ വിഷുവൊക്കെ വരികയില്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചെറുപഴം വെച്ചിട്ടുള്ള നല്ലൊരു പായസം ഉണ്ടാക്കി കാണിക്കാം. ചെറുപഴം കൊണ്ടുള്ളൊരു പ്രഥമൻ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൂവൻ പഴമാണ് കേട്ടോ. ഇതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ 2 എണ്ണേ കാണിക്കുന്നുള്ളൂ. ശരിക്കും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ ഞാൻ 4 എണ്ണം ഇട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ 2 എണ്ണം കൂടി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏതാണ്ട് ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് വരും. അതായത് ഇങ്ങനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പഴം തന്നെ നല്ല വലിപ്പമാണ്. അത് കാരണം ഒരു പഴത്തിന് തന്നെ ഒരു 125 ഗ്രാമോളം വരും. അത് കാരണം ഞാൻ എണ്ണായിട്ടല്ല പറയുന്നത്, തൂക്കമായിട്ടാണ് പറയുന്നത്. ഒരു 1/2 കിലോ പൂവൻ പഴം എടുത്താൽ മതി. പൂവൻ പഴം അല്ലെങ്കിൽ നമ്മൾ മൈസൂരിപ്പഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴമല്ലേ, അതെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റോബസ്റ്റ പഴം എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ചെറുപഴം ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഞാൻ പറഞ്ഞ പോലെ പൂവൻ പഴമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ചെറിയൊരു ബ്രൗൺ കളറ് പഴത്തിന് കാണുന്നത് ഞാനിതിങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അത് കളറൊന്നും മാറിയതാണ്. പിന്നെ നല്ല പഴുത്ത പഴമാണ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു 10-12 എണ്ണം വറുത്തെടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ വെറുതെ തേങ്ങാക്കൊത്ത് മാത്രമായാലും മതി കേട്ടോ. ഇതിൽ കിസ്മിസ് സാധാരണ ചേർക്കില്ല. കിസ്മിസിൻ്റെ പുളി പായസത്തിന് ആ പഴത്തിൻ്റെ ആ ഒരു ഇതും കൂടിയിട്ട് അത്ര ഒരു ചേർച്ചയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം നിർബന്ധമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കി നെയ്യിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഈ അരച്ച പഴം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഇത് വരട്ടിയെടുക്കുന്ന സമയത്ത് മറ്റേ അടുപ്പത്ത് നമുക്ക് ഈ ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 300 ഗ്രാം ഉണ്ടായിരിക്കും. പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഒരു 350 ഗ്രാം ശർക്കര വരെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം വേണമെങ്കിൽ ശർക്കര പാവ് ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പായസം ഉണ്ടാക്കിയതിന് ശേഷവും നമുക്ക് കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 300 മുതൽ 350 ഗ്രാം വരെ ശർക്കര മതിയാവും. അത് പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ച് കേട്ടോ. ഇതൊന്ന് തിള വന്നാൽ മതി. ഇത് വറ്റൊന്നും വേണ്ട വെള്ളം. അപ്പോൾ തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഈ പഴമൊക്കെ ഒരുവിധം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് കട്ട പോലെ ഉണ്ടാവും. അത് തുടരെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ. കുറച്ചായിട്ട് ശർക്കരപ്പാനി ആഡ് ചെയ്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ആ ശർക്കര നന്നായിട്ട് ആ പഴത്തിലേക്ക് പിടിച്ച് ആ പഴം നന്നായിട്ട് അതിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് വരട്ടിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് വരട്ടിയെടുത്താൽ മതിയാവും. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാവുമ്പോൾ അത് ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഒന്നായിട്ട് വറ്റണം. വേണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട്. വല്ലാതെ അങ്ങനെ കട്ടിക്കാവണ്ട. അങ്ങനെ ഹൽവ പോലെ ആക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പാകം മതി. അപ്പോൾ ആ ശർക്കരയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്നു. കണ്ടില്ലേ? അതിങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് കണ്ടില്ലേ? ആ കളറൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ കണ്ടില്ലേ? ഈ ഒരു പാകമാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഇതിന്നിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ വീഴുന്ന ആ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് 2ാം പാലാണ് ഒഴിക്കുന്നത്. 250 ml ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1.5 കപ്പ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടി അധികം വേണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെയൊക്കെ ഒഴിക്കാം കേട്ടോ. കട്ടിക്കനുസരിച്ച് പിന്നീട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. അരക്കപ്പും കൂടിയും ചേർക്കാം. എനിക്കിത് കറക്റ്റായിട്ടാണ് തോന്നിയത്. തണുത്ത് കഴിഞ്ഞാലും ആവശ്യത്തിനുള്ള ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊനി ഒന്ന് തിളയ്ക്കണം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ തിളച്ചതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ആ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. വേണ്ടില്ലേ, ഈ ഒരു പാകമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ജീരകപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കുക. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയതും പിന്നെ അതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചത്, ഒരു 4 ഏലക്ക മതിയാവും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചുക്കുപൊടി കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചുക്കുപൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ശർക്കര ചേർത്ത പായസത്തിൽ എപ്പോഴും ഇതൊക്കെ ചേർക്കുമ്പോഴാണ് വയറിന് നല്ലൊരു സുഖം കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവുക. ഇപ്പോൾ അതൊക്കെ പൊടികളൊക്കെ ചേർത്തതിൻ്റെ ശേഷം മിക്സ് ആയതിൻ്റെ ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തലപ്പാൽ 1 കപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു അതിൻ്റെ ആ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 1-ാം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അതൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താലും മതി. 1-ാം പാലും 2-ാം പാലും വെവ്വേറെ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തതും നാളികേരക്കൊത്ത് വറുത്തതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ എല്ലാ അതിലേക്കും ഒരു ബൈറ്റ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചെറുപഴം ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പായസമാണ്. ഇപ്രാവശ്യം വിഷുവിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്